മക്കളിങ് വന്നേ, ഇങ്ങ് വാ. നീ ആരടാ? എന്താണ് എല്ലാരും കൂടി എന്റെ ഹസ്ബൻഡിന്റെ താടിക്കടി കളിക്കണേ? ആ ഇത് പുതിയ കളിയാണ്. എന്തേ ഞാനിവിടെ കൂട്ടെന്നാ? ഇങ്ങനെയാണെങ്കിൽ കൂടേണ്ടി വരും. അമ്മായി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളെ പണ്ടത്തെ മണവണാഞ്ചിന് അന്യനല്ല, അത് എന്റെ ഹസ്ബൻഡാണ് ഇപ്പൊ. പിന്നെ തറയായ ഞാൻ നിങ്ങളെക്കാ തറയാണ്. അത് നമുക്കറിയാം നീ വലിയ കളയാണെന്ന്. ഇവിടെ കൊറേ എന്തോന്ന് നീ വല്ല ഭാര്യ ചമയണ നമ്മുടെ അടുത്ത്? ഞങ്ങളെ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങളും ഭാര്യമാര് തന്നെ കേട്ടോ. അമ്മായി പിടി. നീ എന്താ പറഞ്ഞേ? രണ്ടെണ്ണത്തിന് പച്ചവെള്ളം കൊടുത്തു വരുന്നു ഇവിടുന്ന്. ഇന്ന് കിട്ടൂല, അല്ലെങ്കിൽ പച്ചവെള്ളം കിട്ടൂല, ഒന്നും കിട്ടൂല. പച്ചവെള്ളം വേണ്ട, ജ്യൂസ് സെറ്റ് ചെയ്യാമോ? ഈ കസേരയെല്ലാം ഇങ്ങനെ കൊണ്ടിട്ടേക്കുന്നേ? കനകം அம்மா என்னம்மா என்னம்மா இது சேர்ல இப்படி போட்டு வச்சிருக்கீங்க? ആഹാ, അപ്പൊ നീ അല്ലയോ ഇതിങ്ങനട്ടെ? இல்ல நான் இதுக்கு இப்படி எல்லாம் செய்யணும். நான் இல்லம்மா. എന്നാ പിന്നെ ലച്ചു ആയിരിക്കും. ലച്ചു, ലച്ചു, ആ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ആദ്യം ഒതുക്കാനാ നിങ്ങളെ വിളിച്ചത്. നിങ്ങളല്ലേ അപ്പൊ ഇതിവിടെ കൊണ്ടിട്ടത്? എന്നാ പിന്നെ ശിവാനി ആയിരിക്കും. ശിവാനി എന്തിനു ചെയ്യണം? അത് തന്നെ, ഇവിടെ വല്ല പാർട്ടി സമ്മേളനം നടക്കാൻ പോണ. കസേരകളൊക്കെ കളിക്കാൻ പോകുന്ന ശിവ, നീ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടേക്കുന്നേ? ഞാനൊന്നുമില്ല. അതെ, ഞാൻ പ്രശ്നത്തിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് ഇവിടെ നടിയുണ്ടാക്കൊന്നും വേണ്ട. ഇത് പിടിച്ചിട്ടാ നമ്മളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. നീ കാര്യം സംസാരിക്കണമെങ്കിൽ വാതിലെടുത്തിട്ട് സംസാരിച്ചാ പോരെ? അതല്ലേ ഇപ്പൊ 24 മണിക്കൂറും ചെയ്തോണ്ടിരിക്കുന്നത്. ഞാൻ വർത്താനൊന്നും സംസാരിക്കാൻ സമയമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മെല്ലെ അങ്ങോട്ടിരി. നീ പറയുമ്പോ ഞങ്ങൾ എന്തിനിരിക്കണം? അത് തന്നെ. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. ഞാനേ ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറയും. രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, ഇവർക്ക് ഈ ചർച്ചയിലൊന്നും താല്പര്യമില്ല. അതെങ്ങനെയാ, എല്ലാവർക്കും പേടിയല്ലേ എന്നെ? ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ആംബിയർ പോലുമില്ല സമയം കളയാനായിട്ട്. കൊച്ചേ, വലിയ ഡയലോഗ് അടിക്കില്ല കേട്ടാ. ഇവിടെ എല്ലാവർക്കും വേണ്ട ആംബിയറൊക്കെ ഉണ്ട്. മക്കളെ മാറൂ, ഇരിക്കടാ. അമ്മായി, ചേച്ചി, അമ്മ എല്ലാവരും ഇരിക്കും. കണ്ട ഇരിക്കാത്ത കണ്ട മൂന്നുപേരും. ഇതാ ഞാൻ പറഞ്ഞവർക്ക് പേടിയാന്ന്. പേടിയാ ലച്ചു? വാ അമ്മുമ്മേ ഇരുന്നോ. അതെ, ഒന്ന് എഴുതിച്ചു പോവോ? എന്തിന്? മെയിൻ ആർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണത്. ഓ, സാറായിരിക്കും ഇരിക്കാൻ പോണത്. ഓ, അങ്ങനെ നോക്കിക്കോ. ആ, ഇനി നിന്റെ കഥാപ്രസംഗം പറ. കഥാപ്രസംഗം നടത്താൻ പോണ ഞാനില്ല, മെർലിനാണ്. സംസാരിക്കാൻ പോകുന്നത് ഞാനല്ല, എന്റെ വൈഫാണ്. ഓക്കെ? ഭർത്താവ് ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നോളാം. അയ്യോ, അവൻ തമ്പുരാട്ടിയുടെ മുമ്പിൽ ഇരിക്കത്തില്ല. അതെ, തമ്പുരാട്ടിയാണ്. എന്റെ ഭാര്യ ദേവതയാണ്, ദേവത. അല്ലെങ്കിലും പണ്ടേ പോലെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. നീ ഒരുപാടൊക്കെ കോമഡി പറയല്ലേ. എന്താ വെച്ചാ പറഞ്ഞു തൊലക്ക വെച്ചേ. പറഞ്ഞു തൊലക്കാനാ? നിന്നെ ഞാൻ ഈ മീറ്റിംഗിൽ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. നിനക്ക് 18 വയസ്സായ? ഇല്ലല്ലോ. ഈ കൊച്ചിനെ വിളിച്ചിട്ടുണ്ടാവത്തോ? എനിക്ക് 18 വയസ്സായി. നിനക്ക് എന്ത് തെളിവ് വേണോ? ആ തെളിവ് വേണം. നിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വാ. ആധാർ കാർഡ് ഇല്ലേ, അതെടുക്ക്. പാൻ കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ എടുത്തോണ്ട് വാ. റേഷൻ കാർഡിൽ പേരുണ്ട് അതിന്റെ, അത് കൊടുക്ക്. ഇവിടുന്ന് എന്തോന്നേ, പഞ്ചായത്ത് ഓഫീസിൽ മറ്റേ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവന്മാർ ചോദിക്കുന്നുണ്ടെങ്കിൽ കൊച്ചു നിനക്ക് എന്തിനാണ് വേണ്ടത്? നീ എവിടെ മുത്തേ, നീ മെയിൻ പോയിന്റ് കിട്ടുവാ മുത്തേ.
ഓക്കെ മുത്തേ. എന്റെ അമ്മൂമ്മ വയലീച്ച പോയ ആ പോയി. അതെ, ഇനി കാര്യത്തിലോട്ട് കിടക്കാം. കേശുവിന് ഇവിടുന്ന് എന്തൊക്കെയോ കിട്ടാനുണ്ട്. അതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പഴങ്കഞ്ഞിയല്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതല്ല, ആ എന്നാ പിന്നെ അടിയായിരിക്കും. കൊടുക്കാൻ കാരണം അതുമല്ല, നെയ്യാറ്റിൻകര എന്നുള്ളതൊക്കെ ഞങ്ങൾ പോയി സംസാരിച്ച് മേടിച്ചോളാം. അമ്മോ കേറി വരട്ടെ വരട്ടെ ലച്ചേ. യഹി 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 സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ചുമ്മാ അടിച്ചോണ്ട് വരില്ല. ഭഗവതി ബാക്കി കാര്യങ്ങൾ പറയൂ. ആ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.